കേരളത്തിലെ 13% പ്രദേശങ്ങളും ഉരുൾപൊട്ടൽ ഭീഷണിയിലാണെന്ന് ഗവേഷകർ പറയുന്നു. കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ നിർമ്മിച്ച അപകട മുന്നറിയിപ്പ് ഭൂപടവും പഠന റിപ്പോർട്ടിലുണ്ട്. ഇടുക്കി, പത്തനംതിട്ട, പാലക്കാട്, വയനാട്, മലപ്പുറം ജില്ലകളിലാണ് ഉരുൾപൊട്ടൽ ഭീഷണി കൂടുതലായി ഉള്ളതെന്നാണ് പഠനം പറയുന്നത്. കുറഞ്ഞ സമയത്ത് പെയ്യുന്ന അതിതീവ്ര മഴയാണ് പ്രധാന കാരണം. മുൻ വർഷങ്ങളേക്കാൾ ഈ ജില്ലയിലെ ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിച്ചത് 4%. AI-യുടെയും ഉപഗ്രഹ ചിത്രങ്ങളുടെയും സഹായത്തോടെ തയ്യാറാക്കിയ ഉരുൾപൊട്ടൽ സാധ്യതാ ഭൂപടം നിലവിലെ അപകടാവസ്ഥ വ്യക്തമാക്കുന്നു. വയനാട്, മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളും ഭൂപടത്തിൽ ഹോട്ട്സ്പോട്ടാണ്. കഴിഞ്ഞ ജനുവരിയിൽ പുറത്തുവന്ന പഠന റിപ്പോർട്ടിൽ ഈ പ്രദേശത്തെ അപകട ഭീഷണി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കുഫോസിലെ ഡോക്ടർ ഗിരീഷ് ഗോപിനാഥിന്റെയും AL അച്ചുവിന്റെയും നേതൃത്വത്തിലായിരുന്നു ഗവേഷണം. 1990 മുതൽ 2020 വരെയുള്ള മണ്ണിടിച്ചിലുകളുമായി ബന്ധപ്പെട്ട പഠനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഗവേഷണത്തിൽ സംസ്ഥാനത്തെ വിവിധ ഭൂപ്രദേശങ്ങളിലെ ദുർബലത വർദ്ധിപ്പിക്കുന്ന പാരിസ്ഥിതിക സമ്മർദ്ദങ്ങൾ എന്തൊക്കെയാണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചരിവുള്ള പ്രദേശങ്ങളിൽ റോഡ് നിർമ്മാണത്തിനായി മാറ്റങ്ങൾ വരുത്തുന്നതും ഭൂമി ഉപയോഗിക്കുന്നതിലെ അശാസ്ത്രീയമായ രീതികളുമാണ് അപകട സാധ്യത വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നതെന്ന് പഠനത്തിൽ കണ്ടെത്തി. 10 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെ ചരിവുള്ള പ്രദേശങ്ങളിലാണ് മണ്ണിടിച്ചിലിന്റെ സാധ്യത കൂടുതലായുള്ളത്. 2018 പ്രളയത്തിന് കാരണമായ മഴ ഇടുക്കി, പത്തനംതിട്ട, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഉരുൾപൊട്ടൽ സാധ്യത 3.46% വർദ്ധിപ്പിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേരളത്തിലെ 13% പ്രദേശങ്ങൾ കടുത്ത ഉരുൾപൊട്ടൽ ഭീഷണിയിലാണ്. ഹൈറേഞ്ചിൽ 600 മീറ്ററിന് മുകളിലുള്ള സ്ഥലങ്ങളിൽ 31% അപകട മേഖലയിലാണ്. ഇതിൽ 10 മുതൽ 40 ഡിഗ്രി വരെ ചെരിവുള്ള പ്രദേശങ്ങളിൽ ഭീഷണി വളരെ കൂടുതലുമാണ്. പെട്ടെന്ന് പെയ്തവസാനിക്കുന്ന പെരുമഴയിൽ വെള്ളം കുത്തിയൊലിക്കുന്നത് ഉയർന്ന പ്രദേശങ്ങളിൽ ഭീഷണി വർദ്ധിപ്പിക്കുന്നു. ഏതാണ്ട് 31% പ്രദേശങ്ങളും 600 മീറ്ററിന് മുകളിലുള്ള സംസ്ഥാനത്തെ ഹൈറേഞ്ച് മേഖല അതിരൂക്ഷമായ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള മേഖലകളിലും ഉൾപ്പെടുന്നു. ജനസാന്ദ്രതയുള്ള സ്ഥലങ്ങൾക്ക് പുറമെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾക്കും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾക്കും സംരക്ഷണം ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണെന്ന് പഠനം വെളിവാക്കുന്നതായി കുഫോസിന്റെ ക്ലൈമറ്റ് വേരിയബിലിറ്റി ആൻഡ് അക്വാറ്റിക് സിസ്റ്റംസ് വിഭാഗം മേധാവി ഗിരീഷ് ഗോപിനാഥ് പറയുന്നു. ഡീപ് ലേണിംഗ് ടെക്നോളജി ഉപയോഗിച്ച് കുഫോസ് ഒരു AI അധിഷ്ഠിത മണ്ണിടിച്ചിൽ സാധ്യതാ മാപ്പും തയ്യാറാക്കിയിട്ടുണ്ട്. അതിതീവ്ര മണ്ണിടിച്ചിലിൽ സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് 3575 സാമ്പിളുകൾ ശേഖരിച്ച് AI-യുടെ സഹായത്തോടെ വിശകലനം ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടിച്ച ഡാറ്റയിൽ നിന്നാണ് മണ്ണിടിച്ചിൽ സാധ്യതാ മാപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. കേരളത്തിലെ ഭൂരിഭാഗം ഉയർന്ന പ്രദേശങ്ങളും മിഡ്ലാൻഡ്, ഹൈലാൻഡ്, ട്രാൻസിഷൻ മേഖലയിലെ ചരിവുകളും മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളവയാണ്. ഈ പ്രദേശങ്ങളിൽ തീവ്രമായ മഴയാണ് മണ്ണിടിച്ചിലിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകം. ഭൂഗർഭ ജലസ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തുന്നതിനായി ചരിവുള്ള മേഖലകളിൽ മഴക്കുഴികൾ കുഴിച്ചതും അതിശക്തമായ മഴയുള്ള സമയത്ത് മണ്ണിടിച്ചിലിലേക്ക് നയിക്കുന്നുണ്ട്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രധാന കാരണങ്ങൾ പരിഹരിക്കുന്നതിനായുള്ള ഏകോപിത ശ്രമങ്ങൾ അടിയന്തരമായി ആരംഭിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പഠനം ഊന്നി പറയുന്നു. അസാധാരണമായ മഴക്കെടുതികൾ അടക്കം കാലാവസ്ഥാ വ്യതിയാനം ഉയർത്തുന്ന വെല്ലുവിളികളെ സംസ്ഥാനം നേരിടുകയാണ്. ഈ സാഹചര്യത്തിൽ ഇത്തരം പഠനങ്ങൾ സാഹചര്യങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നതിനും തീരുമാനങ്ങൾ എടുക്കുന്നതിനും പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും നിർണായകമാണെന്ന് കുഫോസിന്റെ വൈസ് ചാൻസലറായ T. പ്രദീപ് കുമാർ ചൂണ്ടിക്കാട്ടി. 2018 ശേഷം ഉരുൾപൊട്ടലുകളുടെ തീവ്രത വർദ്ധിക്കുകയാണ്. ഒപ്പം ജീവഹാനി കൂടുകയും നാശനഷ്ടം ഏറുകയുമുണ്ടായി. 2018 അതിവർഷത്തിനു ശേഷം തീവ്ര ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളുടെ എണ്ണവും ഏറി. തൃശൂർ കൂടി ഈ പട്ടികയിലേക്കും ചേർക്കപ്പെട്ടു. 2018 അതിവർഷത്തിൽ കേരളത്തിൽ ആകെ 341 ഉരുൾപൊട്ടലുകളാണ് ഉണ്ടായിട്ടുള്ളത്. ഇടുക്കിയിൽ മാത്രം 104 പേരുടെ ജീവനെടുത്ത 143 ഉരുൾപൊട്ടലുകൾ ഈ കാലയളവിലുണ്ടായി. 2020 പെട്ടുമുടി, 2021 കൂട്ടിക്കൽ, ഇപ്പോൾ ഇതാ വയനാട്ടിലെ ചൂരൽമലയും മുണ്ടക്കൈയും. ഓരോ വർഷവും കേരളത്തിന്റെ നോവായി ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിനു മുൻപ് ഉരുൾപൊട്ടൽ ഉണ്ടാകാത്ത പ്രദേശങ്ങളിലാണ് കുറച്ചു വർഷങ്ങളായി ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. സംസ്ഥാനത്തിന്റെ 13% പ്രദേശങ്ങളും ഇപ്പോൾ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളാണ്. വൻതോതിലുള്ള ചൂഷണം, ക്വാറികളുടെ പ്രവർത്തനം, അതിതീവ്ര മഴ തുടങ്ങി നിരവധി കാരണങ്ങളാണ് ഉരുൾപൊട്ടലിന് പിന്നിലുള്ളത്.